നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ട്രേഡ് ഇപ്പോൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞു, അതിനെപ്പറ്റി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ ഈ വാച്ച് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റ് വെറുതെ ഏതെങ്കിലും ഷെയറിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഷെയറിൻ്റെ ആവറേജ് ചേഞ്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ATR എന്ന് പറയും, ആവറേജ് ട്രൂ റേഞ്ച്. അത് നോക്കിയിട്ട് എങ്ങനെ നല്ലൊരു വാച്ച് ലിസ്റ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇന്നത്തെ ട്രേഡിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് കിട്ടി. അതിന് ശേഷം ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ. ഈ വലിയൊരു ക്യാൻഡലിന് ശേഷം ചെറിയൊരു ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ പൊതുവേ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടം തൊട്ടിങ്ങോട്ട് നല്ല രീതിയിൽ ആൾക്കാർ സെല്ല് ചെയ്തു. അപ്പോൾ സെല്ല് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോഴേക്കും ആ ആൾക്കാർ നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തും. എത്ര ശതമാനം ചേഞ്ച് ഉണ്ടെന്ന് നോക്കാം. 1% ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവർ നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അപ്പോൾ ഇവിടുന്ന് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:2 കിട്ടി, നമ്മൾ പറയുന്ന 1% വെച്ചിട്ടാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അയാൾ ഇവിടെ എക്സിറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ എക്സിറ്റ് എടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ ബൈ ഓർഡറുകൾ വരും. ഓക്കെ, ബൈ ഓർഡറുകൾ വരുമ്പോൾ എന്താണ്? പ്രൈസ് മുകളിലേക്ക് കയറും. അപ്പോൾ വലിയൊരു ക്യാൻഡലിന് ശേഷം ഒരു ഓപ്പോസിറ്റ് കളറുള്ളൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ കുറേ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ നടത്തിയതായിട്ടാണ് നമ്മളവിടെ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഇതാണ്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അതിന് ശേഷം വീണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്നതാണ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ താഴത്തേക്കൊരു എൻട്രി എടുത്തു. നമുക്കിവിടെ 1:2 നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് നമുക്ക് കിട്ടുമായിരുന്നു. അത് കണക്കൂട്ടി സ്റ്റോപ്പ് ലോസ് നമ്മൾ 0.5% വെച്ചു. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോവുകയാണ്. ഇവിടെയുള്ളൊരു കാര്യം, ഇത് നമുക്ക് കാണാൻ പറ്റും, ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലും കൂടിയാണ്. ഒപ്പം നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മുകളിലാണ് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ അങ്ങോട്ടേക്കും, ഒപ്പം ഇവിടെ നിന്ന് ഒരു എൻട്രി താഴത്തേക്കും, രണ്ട് പോസിബിലിറ്റി മാർക്കറ്റിൽ നിന്നുണ്ട്. അതിനകത്ത് ഒരു പോസിബിലിറ്റി നമ്മൾ എടുത്തു, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് വെച്ചാൽ 116 രൂപ ഇന്ന് നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ വാച്ച് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. നമ്മൾ ഈ മാർക്കിംഗ് ഒക്കെ ഒഴിവാക്കുവാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ ഡേ ക്യാൻഡിലെ ചാർട്ടിൻ്റെ ഒരു ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് ഇങ്ങനെ പോകുന്നതിനകത്ത് നമുക്ക് ഒത്തിരി ഫങ്ഷൻസ് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇത് കണ്ടോ, ആവറേജ് ട്രൂ റേഞ്ച്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ആവറേജ് ട്രൂ റേഞ്ചാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വന്നത് കണ്ടല്ലോ. ഇത് വ്യത്യസ്ത സമയങ്ങളിൽ ഈ മാർക്കറ്റിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് കാണിച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അന്നത്തെ ദിവസം 148 രൂപയായിരുന്നു ആ മാർക്കറ്റ് മൂവ് ചെയ്തത്. അതായത് ലോ ടു ഹൈ നമ്മളിവിടെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 148 പകരം 163 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെന്നാ ATR 5 മീൻസ് 5 ദിവസത്തെ, അതായത് ഈ ക്യാൻഡിൽ മുതൽ പിന്നിലേക്കുള്ള 5 ദിവസത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ആവറേജ് ആണ് ഇവിടെ 148 കാണിച്ചേക്കുന്നത്. ഈ 148 പറയുമ്പോൾ അന്നത്തെ ഹൈ അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസ്, ഏതെങ്കിലും ഒരു പ്രൈസ് നിങ്ങൾ എടുക്കുക. സപ്പോസ് അന്നത്തെ ഹൈ എടുക്കാൻ നമുക്ക് 2397 രൂപ, 2397. അപ്പോൾ നമുക്കെന്താ 148 രൂപയാണ് അന്നത്തെ ആവറേജ് പ്രൈസ് കാണിച്ചേക്കുന്നത്. 148 ഡിവൈഡഡ് ബൈ 2397 ഇൻറ്റു 100, അതായത് 6 വരുന്നുണ്ട്. നമ്മൾ കൂട്ടിയിൽ തെറ്റിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട്, ഒന്നും കൂടെ ഒന്ന് നോക്കാം. 148 ഡിവൈഡഡ് ബൈ 2397 ഇൻറ്റു 100, അതായത് 6 ആണ് അന്ന് കാണിച്ചേക്കുന്നത്. ദാറ്റ് മീൻസ്
കഴിഞ്ഞ 5 ദിവസത്തെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 6% മൂവ് ഒരു ദിവസം മാർക്കറ്റ് നടത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഇന്നലെയാണ് ഇല്ലെങ്കിൽ ഈ ആഴ്ച ആദ്യം ഈ വാച്ച് ലിസ്റ്റ് റെഡിയാക്കിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, 87 ആയിരുന്നു ആ സമയത്തെ ഇന്നലത്തെ ആവറേജ് ട്രൂ റേഞ്ച്. 87 എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ 88 എന്ന് നമുക്ക് അവിടെ കണക്കൂട്ടാം. 88 ഡിവൈഡഡ് ബൈ ഇന്നലത്തെ ഹൈ, അപ്പോൾ 2940 ഇൻറ്റു 100. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതാണ് 2.99%. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 3% കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ആവറേജ് നമ്മളുടെ ശ്രീറാം ഫിനാൻസിൻ്റെ ആവറേജ് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് എത്ര ശതമാനം ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ വേണ്ടത് ഒരു 1% നമുക്ക് കിട്ടണം. 1% നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് എത്രയാണ്? എന്നാണെങ്കിലും നമ്മൾ സാധാരണ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എത്ര വീതമാണ്? നമ്മൾ വെക്കുന്നത് 0.5% വീതമാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്ക് 1% ടാർഗറ്റ് കിട്ടണം മിനിമം. അപ്പോൾ 1% കിട്ടണം, ഒപ്പം സ്റ്റോപ്പ് ലോസും ഈ ദിവസത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ എത്രയാണ്? 1.5%. 1.5% ടാർഗറ്റും സ്റ്റോപ്പ് ലോസുമായിട്ട് നമുക്ക് അതിനുള്ളിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ഷെയർ മിനിമം ഒരു ദിവസം 2% അതിന് മുകളിലോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് 1.5% നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ അതിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. സോ മിനിമം ഒരു 2% മുകളിലേക്ക് എവറിഡേ ചേഞ്ച് തരുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന രീതിക്ക് നമുക്ക് പ്രോഫിറ്റോ ഇല്ലെങ്കിൽ ലോസോ ബുക്ക് ചെയ്തുകൊണ്ട്. അതായത് സൈഡ് വൈസ് മാർക്കറ്റ് പോകരുത്, നമുക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം. അപ്പോൾ രണ്ടിലൊന്ന് കിട്ടാൻ നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിനിമം 2% എബോവ് ചേഞ്ചുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നിൻ്റെയും എടുക്കണം. നമുക്കറിയാം നിഫ്റ്റി 50-ൽ 50 ഷെയറുകളാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ച് തരുന്ന ഷെയറുകൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സലിൽ നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ A to Z വരെ നമ്മൾ താഴത്തേക്ക് വിപ്രോ വരെയുള്ള ഒരു കണ്ടോ 50 സ്റ്റോക്ക് 51 സ്റ്റോക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ നമ്മൾ LTP, അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ ആ സമയത്തുള്ളൊരു പ്രൈസ് എടുക്കുക, പ്ലസ് ഇതിൻ്റെ ATR നമ്മൾ കണ്ടുപിടിക്കുന്നത് കണ്ടു. ഈ ഫംഗ്ഷൻ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇത് ഞാൻ ഇവിടെ ഫേവറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ATR എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് വരും. ഇത് ഇതിനകത്തേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ചാർട്ടിൽ നമുക്ക് ATR കിട്ടും. ബൈ ഡിഫോൾട്ട് ATR വരുന്നത് 14 വെച്ചിട്ടായിരിക്കും. അതായത് ഇൻപുട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത്ത് കാണിക്കുന്നിടത്ത് 5 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരാഴ്ചത്തെ ആവറേജ് ട്രൂ റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 14 ആകുമ്പോൾ നമുക്കറിയാം 14 ദിവസത്തെ ആവറേജ് ട്രൂ റേഞ്ച് ഇവിടെ കാണിക്കും. ഇപ്പോൾ 14 ദിവസത്തെ എടുത്തു കഴിഞ്ഞാൽ 87 ആണ്. അപ്പോൾ ഈ 5 ദിവസത്തെയും 87 ദിവസത്തെയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ലാസ്റ്റ് 5 ഡേയ്സിൽ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ 5 ആയിട്ട് സെറ്റിങ്സിൽ 5 വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് 5 ദിവസമോ 14 ദിവസമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീരീഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 14 ദിവസത്തെ ആകുമ്പോൾ 87 ആണ് കാണിച്ചത്. ഇപ്പോൾ വന്നിട്ട് അത് 77 ആണ് കാണിക്കുന്നത്. കാരണം ലാസ്റ്റ് 5 ഡേയ്സ് ആണ്. ഈ ഒരു ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെർസെൻറ്റേജ് ചേഞ്ച് ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ വലിയ ഓട്ടം ഓടിയ ദിവസങ്ങളും ഈ 14 ദിവസത്തിനിടയ്ക്ക് വന്ന് കയറുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ചേഞ്ച് കാണിക്കും. നമുക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഉള്ളതാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാനത് 5 ദിവസമായിട്ട് കുറച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ഇത് എളുപ്പത്തിൽ എടുക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് നമ്മൾ ചെയ്യുന്നത് NSEയുടെ വെബ്സൈറ്റ് എടുക്കുക. ഇവിടെ ടോപ്പ് ഗെയിനേഴ്സ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ NSEയുടെ വെബ്സൈറ്റ് അടിച്ചു കൊടുത്ത് എടുക്കുക. എന്നിട്ട് NSEയുടെ സൈറ്റിൽ പോവുക. NSEയുടെ സൈറ്റിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ഡാറ്റ സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് സെഷൻ 9:15 ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രീ മാർക്കറ്റ് ഓപ്പണിൻ്റെ
കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ കാണാം ചേഞ്ച് ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ പ്രീ മാർക്കറ്റ് ഓപ്പണിൽ വന്നിട്ടുള്ള ഷെയറിൻ്റെ പ്രൈസ്, IEP-യിലെ പ്രീവിയസ് ക്ലോസിങ് ഏതെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈസ് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും, അതിൻ്റെ ചേഞ്ച് കാണിക്കുന്നുണ്ടാകും. ഒപ്പം നമുക്കിവിടെ കാണാം 47 എണ്ണം അഡ്വാൻസ് ചെയ്തു, 2 എണ്ണം ഡിക്ലൈൻ ചെയ്തു, ഒരെണ്ണം അൺചേഞ്ച് ആണ്. അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത പ്രൈസിൽ നിന്ന് ഒരെണ്ണത്തിന് മാറ്റമൊന്നുമില്ല, ബാക്കിയുള്ളതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഫുൾ ഡാറ്റ എടുക്കണം. നമുക്ക് വേണ്ടത് ഈ മൊത്തം 50 ഷെയറിൻ്റെയും ATR നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, ഇപ്പോൾ ആ ഡാറ്റ ഡൗൺലോഡായി. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഉബുണ്ടു ആണ്, അപ്പോൾ ലിബർ ഓഫീസിൽ ഇത് ഓപ്പണായി വരും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ആ സോഫ്റ്റ്വെയറിൽ ഇത് ഓപ്പൺ ആയിക്കോളും. അത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇതതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത് നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബൈ ഡിഫോൾട്ട് സെറ്റിങ്സിൽ ഇത് ഓപ്പൺ ആവുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ സിമ്പലുകളുടെയും പേര് കിട്ടി, ഒപ്പം ആ ഒരു പ്രീവിയസ് ക്ലോസിങ് കിട്ടി. അപ്പോൾ ഈ പ്രീവിയസ് ക്ലോസിങ്ങോ ഇതോ ഏതെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഷെയറിൻ്റെ കംപ്ലീറ്റ് പേര് ഇങ്ങോട്ടേക്ക് നമ്മൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കോപ്പി ചെയ്തു, ഒപ്പം ഈ വരുന്ന പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്തു. ഇത് രണ്ടും ഒന്നിച്ചങ്ങ് കോപ്പി ചെയ്ത് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ATR നമ്മൾ ഓരോ ഷെയറിൻ്റെയും മാനുവലിയാണ് കണ്ടെത്തുന്നത്. അത് ഇതേപോലെ ഇപ്പോൾ വിപ്രോയുടെ കാണണമെങ്കിൽ വിപ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വിപ്രോയുടെ ATR ഇവിടെ വന്നു. വിപ്രോയുടെ ATR 12 രൂപയാണ്. അപ്പോൾ അതേപോലെ കംപ്ലീറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 50 ഷെയറുകളുടെയും ATR കണ്ടുപിടിച്ചു, അവസാനം വരെയുള്ള എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് D/C2 അതാണ് ഈ കോളത്തിൽ കാണിക്കുന്നത്. അതിൻ്റെ ഈ പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, അങ്ങനെ 1.89% അദാനിയുടേത്. അദാനി പോർട്ടിൻ്റേത് 2.3%. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ച് തന്നേക്കുന്ന ഷെയറുകൾ ഏതാണെന്ന് നോക്കും. കാരണം നമുക്ക് വേണ്ട എന്താ, നമ്മൾ എടുക്കുന്ന ഷെയറിൽ വലിയൊരു മൂവ് സംഭവിച്ചാലാണ് നമുക്ക് ലാഭം കിട്ടാനും 1:2 കിട്ടാനും അല്ലെങ്കിൽ 1:3, 4 അതുപോലെ വലിയ റിസ്ക് റിവാർഡ് നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ മാക്സിമം മൂവ് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ നമ്മളിങ്ങനെ ഈ 50 ഷെയറുകൾ ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് 10 എണ്ണം ഇങ്ങോട്ട് നമ്മൾ സോർട്ട് ചെയ്ത് എടുത്തേക്കുവാണ്. ഇപ്പോൾ ഭാരതി എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത ദിവസം ATR വെച്ചിട്ട് ഇത് 3%. അതായത് 1444 രൂപ നമ്മൾ എടുത്ത ദിവസം അതിന് LTP ഉണ്ടായിരുന്നു. ATR 48 രൂപയായിരുന്നു. അതായത് 3% ചേഞ്ച് ഉണ്ടായിരുന്നു. ഗ്രാസിം നോക്കിക്കഴിഞ്ഞാൽ 2.6. അങ്ങനെ ഈ ഓർഡറിൽ നമ്മൾ ഹൈ ടു ലോ ഒരു 10 ഷെയർ സോർട്ട് ഔട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഷെയറുകൾ അടുത്ത ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ 2% അതിന് മുകളിലോ ചേഞ്ച് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ നമ്മുടെ റൂൾസൊക്കെ അനുസരിച്ച്, ഇന്നലെ നിങ്ങൾ കണ്ടു നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ നമുക്ക് ഫോമോ വന്നു, ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നമ്മൾ നേരത്തെ കയറി റൂൾസ് നോക്കാതെ നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തു. നമുക്കത് ഇന്നലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ ഇന്നലെ നമുക്കറിയാം നമ്മൾ ആ ട്രേഡ് എടുത്തത് കൃത്യമായിട്ടായിരുന്നു എങ്കിൽ ഇന്നലെ നമുക്ക് കിട്ടേണ്ടത് 1:3 റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റൂൾസ് പടി ട്രേഡ് ചെയ്താൽ ഈ പറയുന്ന പോലെയുള്ള ഷെയറുകളിലാണെങ്കിൽ നമുക്ക് ടാർഗറ്റോ മിനിമം ടാർഗറ്റോ അതിന് മുകളിലോ ഉള്ള റിസ്ക് റിവാർഡിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ വാച്ച് ലിസ്റ്റാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ഇപ്പോൾ വിപ്രോ, ഭാരതി എയർടെൽ, ഹീറോ, ടെക്കം ഇങ്ങനെയുള്ള ഈ 10 ഷെയറുകൾ ഇതിനകത്തേക്ക് വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. വാച്ച് ലിസ്റ്റിൽ ഷെയർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇത്രയും 10 എണ്ണം നമ്മൾ കണ്ടു. ഇനി പുതുതായിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ
നമ്മൾ ആഡ് സിമ്പൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റോക്ക്, ഓൾ ടൈപ്പ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ETF ഇങ്ങനെ പലത് കാണിക്കുന്നുണ്ടാകും. അതിനകത്ത് നമുക്ക് വേണ്ട സ്റ്റോക്കാണ്. നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നത് കംപ്ലീറ്റ് സ്റ്റോക്കിൽ മാത്രമാണ്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം 1 വർഷത്തോളം ചെയ്തിരുന്നു. പക്ഷേ പ്രീമിയം DKയുടെ ഒരു പ്രശ്നം വന്നിട്ട് ഓപ്ഷൻസിൽ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50-50 നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. നമുക്കൊരു 35% വിൻ പ്രോബബിലിറ്റി കിട്ടുന്നുള്ളായിരുന്നു. അതോടൊപ്പം തന്നെ എക്സ്പയറി ഡേറ്റുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ്റെ പ്രൈസ് അത് 0 ആകാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് 0 ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ 1 വർഷത്തിന് ശേഷം അത് നിർത്തുകയായിരുന്നു. കാരണം നമ്മളെ കൊണ്ടത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒപ്പം ഓപ്ഷൻസിനകത്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇടാം, അല്ലെങ്കിൽ ടാർഗറ്റ് ഇടാം. രണ്ടും കൂടെ ഒന്നിച്ച് പ്ലേസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ മാർക്കറ്റിൽ സാധിക്കത്തില്ല. അപ്പോൾ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബൈ സൈഡും സെൽ സൈഡും ഒരേ സമയത്ത് ഓർഡർ ഇട്ട് വയ്ക്കാം. സോ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ICICI ബാങ്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ICICI ബാങ്ക് ഇതിനകത്തേക്ക് ആഡായി. ആക്ച്വലി ICICI ബാങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ICICIയിൽ നമുക്ക് കിട്ടുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമായ 2% മുകളിലുണ്ടെങ്കിലും ഈ 10 സ്റ്റോക്കുകൾ അത് ഏറ്റവും കൂടുതൽ ചേഞ്ച് തരുന്നതായതുകൊണ്ട് ആ 10 മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ICICI ബാങ്ക് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇതുപോലെ ആഡും റിമൂവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ ATR എടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആ ATR കൂടുതലാണെങ്കിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഒപ്പം തന്നെ അതെങ്ങനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം, എങ്ങനെ സോർട്ട് ചെയ്യണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ, കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ സ്റ്റോക്ക് റൺ ചെയ്യുന്നുണ്ടോ ശരിക്കും മാർക്കറ്റിൽ? കാരണം ഈ പറയുന്ന ലെവലിൽ എബോ അത് റൺ ചെയ്താലല്ലേ നമുക്ക് ഗുണമുള്ളൂ. നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ലോ ടു ഹൈ 3% ഇന്നലെ വിപ്രോ ചേഞ്ച് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. വിപ്രോ 2.43% ആയിരുന്നു. ATR അനുസരിച്ച് നമുക്ക് ആവറേജ് ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്നത്. അതിന് മുകളിൽ ഇന്നലെ വിപ്രോ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ വിപ്രോ നന്നായിട്ട് ഇന്നലെ പെർഫോം ചെയ്തു. ഇനി കഴിഞ്ഞ ദിവസത്തെ നോക്കിയാലും ഇവിടെ ലോ ടു ഹൈ വിപ്രോ 4% തന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ ദിവസം നോക്കാം. ഇവിടുന്ന് ലോ ടു ഹൈ വിപ്രോ അന്നത്തെ ദിവസവും 2% തന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ ഒരു ദിവസം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും വിപ്രോ 4.6% ചേഞ്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ ചെക്ക് ചെയ്ത് ഈ 3-4 ദിവസങ്ങളിൽ തന്നെ 2%-നോടടുത്ത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും 3% പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് അതിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ATR കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ടുള്ള വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്ത് പർട്ടിക്കുലർ ഷെയറുകൾ മാത്രം വാച്ച് ചെയ്ത് ആ പർട്ടിക്കുലർ ഷെയറുകളിൽ മാത്രം ട്രേഡ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം അതാണ്. ഓക്കെ, ഇനി ഇതെല്ലാം ചെയ്തിട്ടും ഈ ഒരു ഷെയർ ഇന്ന് 1% താഴെ മൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, തീർച്ചയായിട്ടും. നമുക്കിവിടെ മാർക്കറ്റിൽ പ്രോബബിലിറ്റിയാണ് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നത്. അതായത് കൂടുതൽ സാധ്യത എന്തിന് എന്നത് മാത്രമേ നമുക്കിവിടെ നോക്കാൻ പറ്റുള്ളൂ. ഇന്നിത് ഇത്ര മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഇത് ഇത്രയും മൂവ് ചെയ്യത്തുള്ളൂ, ഇന്ന് കാര്യമായി മൂവ് ചെയ്യില്ല എന്നൊന്നും ഇവിടെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സാധ്യതകൾ കൂടുതൽ എന്തിനാണോ ഉള്ളത് അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അത് മാത്രം നമ്മൾ മാർക്കറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് 3-ാമത്തെ ദിവസം കണ്ടിന്യൂസ് ലോസ് കിട്ടിയേക്കുവാണ്. ഈ മാസം നമുക്ക് സ്റ്റാർട്ടിങ് 3 days ലോസ് ആണ്. കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനു മുമ്പ് നമുക്ക് 4 ദിവസം കണ്ടിന്യൂസ് ലോസ് കിട്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ആ മാസവും നമ്മൾ പ്രോഫിറ്റിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ മാസം എന്താ സംഭവിക്കുന്നത് നമുക്ക് പോകെ നോക്കാം. അപ്പോൾ ഇതാണ് ATR അനുസരിച്ച് വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്ത് അതിൽ മാത്രം ട്രേഡ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഏകദേശം മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് ഡൗട്ടുകൾ കമൻറ്റിൽ ഉറപ്പായിട്ടും ചോദിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ഇത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വ്യക്തികളെന്ന് തോന്നുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.